വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങൾ ശത്രുക്കളും ഞങ്ങളെ രക്ഷിക്കുന്ന തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഈശോയുടെ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് 2026 ഏപ്രിൽ 2 ഇന്ന് നമ്മളെല്ലാവരും ലോകം മുഴുവനും പെസഹ ആഘോഷിക്കുന്ന ദിവസമാണ്. പെസഹ ആചരിക്കുന്ന ദിവസമാണ്. പെസഹ ആചരിക്കുന്ന ഈ ദിവസം കർത്താവിൻ്റെ സ്നേഹം നമ്മൾക്ക് വിതരണം ചെയ്യാൻ അതിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണ് നമ്മൾ ആചരിക്കുന്നത്. പിതാവായ ദൈവം തൻ്റെ മോനെ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായിട്ട് ലോകത്തിലേക്ക് മനുഷ്യനായി ജനിക്കുവാൻ വേണ്ടി അയക്കുകയും ആ കാലത്തൊഴുത്തിൽ എളിയവരിൽ എളിയവനായി മനുഷ്യനായിട്ട് മനുഷ്യാവതാരം ചെയ്ത ദൈവമായ ത്രിത്വൈക ദൈവത്തിൻ്റെ ഒരു ഭാഗമായ യേശു ക്രിസ്തു നമ്മുടെ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ ദിവസം ആചരണമാണ് അതിൻ്റെ സെലിബ്രേഷനാണ് നമ്മൾ നടത്തുന്നത്. ഇന്ന് പരിശുദ്ധ കുർബാന കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചത് അത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് എങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചത് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. കൊച്ചുനാൾ മുതൽ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഈശോ കുരിശിൽ മരിച്ചു, അതുകൊണ്ട് ജനങ്ങൾ രക്ഷപ്പെട്ടു, ലോകം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു, എങ്ങനെ രക്ഷപ്പെട്ടു? ഈശോ അന്ന് കുരിശിൽ മരിച്ചു, ഇന്നെങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഇന്ന് ജീവിക്കുന്ന മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടുന്നു? അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു. പല ടോക്കുകളൊക്കെ കേട്ടപ്പോൾ ചെറിയ പ്രായത്തിലാണ്, അപ്പോൾ അത് വലിയ അറിവൊന്നുമില്ല. എന്നാലും ഈശോയുടെ അടുത്തിരുന്ന് നമുക്ക് വേണ്ടി ഈ ഒരു മധ്യസ്ഥൻ, മനുഷ്യന് വേണ്ടിയിട്ട് മധ്യസ്ഥം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്കൊക്കെ പിതാവെ ക്ഷമിക്കുക, പോട്ടെ, പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ലല്ലോ, ഇവരെ ക്ഷമിക്കണേ, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മധ്യസ്ഥം പറഞ്ഞ് വരാവുന്ന ചില ശിക്ഷണങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഒഴിവാകുന്നുണ്ട്. അങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ കുറേ കൂടെ പ്രായത്തിൽ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആരോട് പറയാൻ എനിക്ക് പേടി. എങ്ങനെയാണ് അത് ചോദിച്ചു കഴിഞ്ഞാലൊരു റോങ് ആയി പോകുമെന്നുള്ളൊരു പേടിയും കൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ഉള്ളിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്നു. ഭർത്താവിനോട് ഞാൻ സ്ഥലം ചോദിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചില ചോദ്യങ്ങളും ചോദിക്കും. അങ്ങനെ ഇതിങ്ങനെ ചോദിച്ച് ആളുകൾ വർഷങ്ങൾ ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോഴാണ് ഒരു ടോക്കിലൂടെ ഇത് അച്ഛനെ ഞാൻ മറന്നുപോയി. അപ്പോൾ അച്ഛനിങ്ങനെ പരിശുദ്ധ കൂദാശകളെ പറ്റി ടോക്ക് ചെയ്തു. അതങ്ങനെ കേട്ടു. അങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഇട്ടു. പിന്നെ ഈശോ എനിക്ക് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ കുർബാന പെസഹ ദിവസം ഞാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? കുമ്പസാരം എന്ന കൂദാശ. ധൂർത്തപുത്രൻ തിരിച്ചു വന്ന് തൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്നിട്ട് പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെന്ന് ഞാൻ പിതാവിനോട് പറയും, പിതാവേ, അങ്ങേക്കും സ്വർഗത്തിനും എതിരെ ഞാൻ പാപം ചെയ്തു പോയി, അങ്ങേ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ ഒരു ദാസനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ പിതാവ് ഓടി വന്നവനെ ദൂരേന്ന് കണ്ട പിതാവ് ഓടിച്ചു വന്നവനെ കെട്ടിപ്പിടിച്ചു. അവന് പുതിയ വസ്ത്രങ്ങൾ അണിയിച്ചു, മോതിരം അണിയിച്ചു, പുതിയ ചെരുപ്പ് അണിയിച്ചു, കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നു. എന്നിട്ട് അവനെ സൽക്കരിച്ചു. കൂട്ടുകാരെല്ലാം വിളിച്ച് ആർഭാടമായിട്ടൊരു വിരുന്നൊരുക്കി. ആ വിരുന്നൊരുക്കലല്ലേ ഇത്? നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്ത് നടന്നാലും ഞാൻ ചിന്തിക്കുക, ഞാൻ ചെയ്യുന്ന പാപങ്ങൾക്കനുസരിച്ച് എനിക്ക് ശിക്ഷ കിട്ടാൻ ഞാൻ ഭൂമി ജീവനോടെ ഇരിക്കാനില്ല. ആ ആർഭാടമായ വിരുന്നാണ് ഇവിടെ. കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പെസഹ ദിവസം കർത്താവ് ശിഷ്യന്മാരെല്ലാം വിളിച്ചിരുത്തി ആ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട്, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, ഇത് ഭക്ഷിക്കുക, ഇത് പാനം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ആ സമയത്ത് ഈശോ കുരിശ് മരിച്ചിട്ടില്ല. അപ്പോൾ അവൻ്റെ ശരീരം ഒരു കഷ്ണം ഇറച്ചി എടുത്തിട്ട് അല്ലെങ്കിൽ ഇച്ചിരി രക്തം ഇഞ്ചക്ഷൻ കുത്തിയെടുത്തിട്ട് കൊടുക്കുകയല്ലല്ലോ ചെയ്തത്, അപ്പോൾ അല്ല കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പത്തിലേക്ക് ഈശോ ഇറങ്ങി വരുന്നത്. അപ്പോൾ നാളെ ഇത് സംഭവിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം. അപ്പോൾ എൻ്റെ ശരീരമാണ്, എൻ്റെ രക്തമാണെന്ന് ഈശോ പറയുന്നത് എന്തിനാണ് പറഞ്ഞത്? അവൻ അപ്പം എടുത്ത് പിതാവിനോട് പ്രാർത്ഥിച്ച് അത് വിഭജിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടാണ് പറയുന്നത് ഇതെൻ്റെ ശരീരം. അപ്പോൾ ആ ശരീരം എന്താണ്? അപ്പമാണ്. പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുന്നവർക്കെല്ലാം പറയാനുള്ളൊരു കാര്യമുണ്ടല്ലോ, ഇത് പരിശുദ്ധ കുർബാനയാണ്, ഇത് അപ്പത്തിനെയാണ് ഈശോ ആദ്യം വാഴ്ത്തി വിഭജിച്ച് കൊടുത്തത്. അപ്പത്തിനെയാണ് വാഴ്ത്തി വിഭജിച്ച് കൊടുത്തത്.
അത് തന്നെയാണ് ഇന്നും തുടർന്നുകൊണ്ടിരുന്നത്. അപ്പത്തിനെ വാഴ്ത്തി വെച്ചു. അപ്പത്തിനകത്ത് യേശുവാണ്. നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം ഞാനിതൊന്ന് വായിക്കാം. കുറച്ച് വാക്കുകൾ മാത്രം, എപ്പോഴും ഒത്തിരി വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട്. 49-ാമത്തെ വാക്യം. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന പൊഴിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരമാണ് ഞാൻ നൽകുന്ന അപ്പം. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുക, അവഹേളിക്കുകയൊക്കെ ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാത്ത ക്രിസ്ത്യാനികളോട് തന്നെയാണ് ഞാൻ പറയുന്നത്. എത്ര തമ്പുരാനെ സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ എത്ര അലസഭാവത്തോടെയാണ് നമ്മൾ പോകുന്നത്. എത്ര അലസമായിട്ടാണ് ഈശോ സ്വീകരിച്ച് കൈയൊക്കെ വീശി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കൂട്ടുകാരെ കണ്ടൊന്ന് ചിരിച്ച് തിരിച്ചു വരുമ്പോൾ അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം. ആരെയാണ് സ്വീകരിക്കുന്നത്? ലോകത്തിൻ്റെ രക്ഷകനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ്? ഈശോയ്ക്ക് വേണ്ടിയാണോ നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നത്? അല്ല, നമുക്ക് വേണ്ടി, നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി. നമ്മൾ പാപികളും ബലഹീനരുമാണ്. ആ പാപത്തിൽ മുങ്ങി ജീവിക്കുന്നവർ. നമ്മളെ പാപത്തിൽ രക്ഷിക്കാൻ വേണ്ടി അവൻ കൂദാശകൾ 7 കൂദാശകൾ സ്ഥാപിച്ചു. ആ കൂദാശകളെ തരാൻ വേണ്ടിയിട്ട് നിത്യപുരോഹിതനെ ഈശോ ഒത്തിരി വൈദികരെ ഭൂമിയിലേക്ക് വിട്ടു. ഇന്ന് വൈദികരുടെ ദിവസമാണ്, അവരുടെ ഫീസ്റ്റാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ ദിവ്യകാരുണ്യത്തെ എടുത്ത് ലോകത്തിന് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. ഒരു സാധാരണ ആത്മാവിനത് പറ്റത്തില്ലല്ലോ. ഒരു വൈദികന് മാത്രമുള്ള അവകാശമല്ല. എത്ര വലിയ അമേരിക്കൻ പ്രസിഡൻറ്റോ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ചെന്നെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ ഒരപ്പത്തെ ഈശോ ആക്കി മാറ്റുക, വീഞ്ഞിനെ തിരുരക്തമാക്കി മാറ്റുക, അത് എന്നിട്ട് നമുക്ക് തരിക, നമ്മളതിലൂടെ ജീവൻ പ്രാപിക്കുക, നമ്മൾ സ്വർഗ്ഗത്തിൽ പോവുക. ഈ കുദാശകളെല്ലാം സ്ഥാപിച്ചിട്ട് അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തമ്പുരാന് ഒത്തിരിയേറെ വൈദികരെ വിട്ടിട്ടുണ്ട് ഭൂമിയിലേക്ക്. ഇന്ന് വൈദികരുടെ ദിവസമാണ്. നമ്മുടെ ഇടവകയിലുള്ള വൈദികർ, നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് പോയവർ, നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ, മരിച്ചു പോയ വൈദികർ എല്ലാവരും നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്കൊരു താങ്ക്സ് കൊടുക്കേണ്ട ദിവസമില്ല. എല്ലാവരും വിഷ് ചെയ്യേണ്ട ദിവസമാണ്. വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി വൈദികരാകാൻ പോകുന്ന മക്കൾ, ബ്രദേഴ്സ് പഠിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. സഭയെ നയിക്കാൻ വൈദികരില്ലെങ്കിൽ സഭയില്ലല്ലോ. നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് വിടണമെങ്കിൽ ഒരു വൈദികനല്ലേ പറ്റുള്ളൂ. ഒരു കുഞ്ഞുണ്ടായി മാമോദിസ മുക്കി അവനെ ക്രിസ്ത്യാനിയാക്കണമെങ്കിൽ ഒരു വൈദികനല്ലേ സാധിക്കത്തുള്ളൂ. ഒരു രോഗിക്ക് രോഗിലാപനം കൊടുത്ത് അവൻ നല്ല മരണം കൊടുക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരു വൈദികനെ പറ്റത്തുള്ളൂ. നമ്മൾ ആരൊക്കെ ആയിരുന്നാലും നമുക്കാവാത്തൊരു കാര്യം. നമുക്കെല്ലാം വൈദികരെ ഓർക്കാം. അവരെ നിന്ദിച്ചിട്ടുണ്ട്, അവമാനിച്ചിട്ടുണ്ട്, അതിനെല്ലാം നമുക്ക് മാപ്പ് ചോദിക്കേണ്ട സമയമാണിത്. ആരെങ്കിലുമൊക്കെ മീഡിയകളിൽ കൂടെയൊക്കെ ചെയ്യുമ്പോൾ, നിന്ദന അവമാനമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിനൊരു ചെറിയൊരു മറുപടിയെങ്കിലുമൊക്കെ കൊടുക്കണം. അടിയിൽ ഒരു ചെറിയ നമ്മുടെ റിപ്പോർട്ട് ചെയ്യുക അതിനെതിരായിട്ടൊക്കെ. ഒത്തിരി ക്രിസ്ത്യാനികൾ തന്നെയാണ് നമ്മുടെ വിശുദ്ധ കുർബാന ആയിക്കോട്ടെ, വൈദികരെ ആയിക്കോട്ടെ, നമ്മുടെ കൂദാശകളെല്ലാം നിന്ദിക്കാൻ കൂട്ടു നിൽക്കുന്നത്. പല സിനിമകളും ഞാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടറോ അല്ല അസിസ്റ്റൻറ്റ് ഡയറക്ടറോ പ്രൊഡ്യൂസറോ ആരെങ്കിലുമൊക്കെ അതിനകത്ത് ക്രിസ്ത്യാനികളുണ്ട്, കത്തോലിക്ക സഭയിലുള്ളവർ തന്നെയുണ്ട്. അവർക്ക് എന്തുകൊണ്ട് ആ ചിന്ത വരാത്തതെന്ന് ഞാൻ പലപ്പോഴും വിഷമത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ക്രിസ്തുവിന് അവരും മാമോദിസ സ്വീകരിച്ചവരാണ്, അവർ പരിശുദ്ധ കുർബാന സ്വീകരിച്ചവരാണ്. എന്നിട്ട് വീണ്ടും അവർ കർത്താവിനെ കുരിശ് ഒറ്റിക്കൊടുക്കുന്നവരോ, അത് ഒറ്റിക്കൊടുക്കലാണ് ശരിക്കും. അത് വല്ലാത്ത വേദന ഉണ്ടാകുന്ന കാര്യം കർത്താവിന്. നമുക്കും കർത്താവിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം വിഷമം ഉണ്ടാകുന്ന കാര്യം. പക്ഷേ അവർ ചിന്തിക്കണത് നാളെ ഒരു മരണമുണ്ട്, മരണത്തിൻ്റെ കർത്താവ് രണ്ടാമത് വരും. ആ മരണത്തിൻ്റെ സമയത്ത് നമ്മുടെ അന്ത്യവിധിയുടെ സമയത്ത് കർത്താവ് നമ്മളോട് ചോദിക്കും, നീ എന്തൊക്കെ ചെയ്തു? മറ്റുള്ളവർക്ക് നീ ഒരു ഹേതുവായി മാറിയില്ലേ? പാപഹേതുവാകുന്നതിൻ്റെ തിരുകല്ല് കെട്ടി സമുദ്രത്തിന് അടിയിലേക്ക് ഇടാനാണ് പറഞ്ഞ കർത്താവ്. പാപം ചെയ്യുന്നവനെ അല്ല, പാപത്തിന് ഹേതുവാകുന്നവന്. നിൻ്റെ വീഡിയോ കാരണം അല്ലെങ്കിൽ നീ ചെയ്തത് കാരണം എത്രയോ ക്രിസ്ത്യാനികൾ കുമ്പസാരിക്കാൻ കാത്തിരുന്നവർ അവർ കുമ്പസാരം വേണ്ടെന്ന് വെച്ചില്ലേ? അതിനെ വെറും കളിയാക്കലൊരു ഇതാക്കി വെച്ചില്ലേ? പരിശുദ്ധ കുർബാനയോ വിശുദ്ധ കുമ്പസാരത്തെയൊക്കെ ഇങ്ങനെ കളിയാക്കാനുള്ളതാണോ? അല്ല, ശരിക്കും ധ്യാനിക്കുക. പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കേണ്ട വില കൊടുക്കുക. വൈദികരെയൊക്കെ ഒരു കളിയാക്കുന്ന പോലത്തെ സിനിമകളിലൊക്കെ അച്ഛന്മാരായിട്ടൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. എന്തെല്ലാം എത്ര മോശമായിട്ട് അതൊക്കെ ചിത്രീകരിച്ചേക്കുന്നത്. തമാശ, അതെല്ലാം തമാശ ചെയ്യേണ്ട കാര്യം വേറെ എന്തെല്ലാം ഉണ്ട് ഈ ഭൂമിയിൽ. ഇത് തമാശയായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. പരിശുദ്ധ കുർബാന ലോകത്തെ മുഴുവൻ രക്ഷിക്കാനാണ്. ഒരു ക്രിസ്ത്യാനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല പരിശുദ്ധ കുർബാന. അല്ല, ഈശോ മനുഷ്യനായി ജനിച്ചത് ഭൂമിയിലേക്ക്. 33 വർഷം അവന് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ഒന്നും ഇല്ലാത്തവനെ പോലെ ജീവിച്ച ഒരു ആശാരിപ്പണിക്കാരൻ്റെ മോനായിട്ട്, തയ്യൽക്കാരുടെ പരിശ്രമത്തിൻ്റെ മോനായിട്ട്, പരിശുദ്ധ സൈപ്പിതാവിൻ്റെ മോനായിട്ടൊക്കെ വളർന്ന് ജീവിച്ച് 33 വയസ്സ് വരെ അവരവരെ വളർത്തി. എന്തിനാ? കുരിശോളം എത്തിച്ചു. കുരിശിൽ കിടന്ന്
ആ കുരിശ് മരണത്തിന് ശേഷവും അതിനുശേഷം പേടിച്ചിരുന്ന ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുത്തുകൊണ്ടും അവരെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് നയിക്കാനൊക്കെ പരിശുദ്ധ അമ്മയായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്. ഈ ഈശോയെ ഇങ്ങനെ വളർത്താൻ തക്ക യോഗ്യതയുള്ളവളായിട്ട് പരിശുദ്ധ അമ്മയെ ദൈവം നേരത്തെ തന്നെ അനാദിയിലെ കരുതി വെച്ച പിതാവിനെയൊക്കെ നേരത്തെ കരുതിയതാണ്. അവരിലൂടെയാണ് ഈ സഭ ഉണ്ടായത്. പരിശുദ്ധ അമ്മയുടെയൊക്കെ മധ്യസ്ഥം വെച്ചിട്ടാണ് നമ്മൾ ആദിമസഭയൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ നമുക്ക് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ വിശുദ്ധ കൂദാശകളെ സ്വീകരിക്കാൻ പോകുമ്പോൾ ഭയഭക്തി ബഹുമാനത്തോടെ വിശുദ്ധ കുർബാനയിൽ ചെന്നിരിക്കുമ്പോൾ കർത്താവേ, എൻ്റെ ചെറുതും വലുതുമായ തെറ്റുകൾ എനിക്ക് ഒത്തിരി ഉണ്ട്. കർത്താവേ, എൻ്റെ ഓരോന്നോരോന്ന് എണ്ണി ഈശോയുടെ മുമ്പിലേക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയെ അക്കാസായാലും പില്ലസായും ഞാൻ സമർപ്പിക്കുന്നു. നാളെ ഇതൊന്നും ചെയ്യാതിരിക്കാൻ എനിക്ക് ശക്തി തരണം. ഞാൻ തന്നെ ട്രൈ ചെയ്താവുന്നില്ല. ആരുടെങ്കിലും എനിക്ക് ആത്മാവിൻ്റെ ശക്തി വേണം, പരിശുദ്ധാത്മ ശക്തി വേണമെങ്കിൽ എനിക്ക് ഒരു വിടുതൽ കിട്ടുള്ളൂ പൂർണ്ണമായിട്ട്. ഒരു ക്ഷമിക്കാൻ, സഹിക്കാൻ. കർത്താവ് എന്തോരം ക്ഷമിച്ചു. പക്ഷേ എനിക്കത് സാധിക്കുന്നില്ലല്ലോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവേ, ഞാൻ ക്ഷമിച്ചു എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ശരി, എന്നെ വേദനിപ്പിച്ചവരായിക്കോട്ടെ, അവരോട് എനിക്ക് ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും ഒക്കെ ക്ഷമ സ്വീകരിക്കാനൊക്കെ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ച് ഞാൻ ട്രൈ ചെയ്തു. ഓക്കെ, എല്ലാം ഞാൻ ക്ലിയറായി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ അതിൻ്റെ ചെറിയൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ വീണ്ടും ഞാനപ്പോൾ ദൈവമേ ഇത് വിട്ടുപോയിട്ടില്ല. നമ്മൾ പൂർണ്ണമായൊരു വിടുതൽ കിട്ടും. പരിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് കാസായാലും പില്ലസായിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നല്ല ശക്തിയുള്ളവരായിട്ട് മാറുമ്പോൾ നമുക്കിതെല്ലാം വിട്ടുവെക്കുള്ളൂ. അത് ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. അതുപോലെ അപ്പോൾ ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഈ ഓർമ്മ ദിവസം നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ആചരിക്കാനായിട്ടുള്ളൊരു കൃപ ലഭിക്കാൻ വേണ്ടി സന്തോഷം. ദൈവം എനിക്ക് വേണ്ടി കുരിശ് മരിച്ചു, ത്യാഗം സഹിച്ചു, വേദനകൾ സഹിച്ചു, പീഡനങ്ങൾ സഹിച്ചു. ഇപ്പോൾ എൻ്റെ TV-യിൽ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഇട്ടിട്ട് ഞാനിത് കണ്ട് എൻ്റെ ചങ്കുരുകി പോയിട്ട് ഞാൻ നിർത്തിച്ചു പോന്നു. കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോൾ അതൊക്കെ ഇടയ്ക്ക് കാണണം. നമുക്കൊരു മരണമുണ്ട്. മരണത്തിൽ നമുക്ക് നരകത്തിൽ പിശാചിന് നമ്മളെ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ല അവൻ ഇത്രയും പീഡകൾ സഹിച്ചത്. സാത്താൻ്റെ നമ്മളാകാതിരിക്കാൻ വേണ്ടി ലോകത്തിലെ സർവ്വജനത്തിനും വേണ്ടിയിട്ടുള്ള സുവിശേഷമായിരുന്നു അവൻ്റെ ജനനം. മാലാഖമാർ ഉണ്ണീശോ ജനിച്ച സമയത്ത് മാലാഖമാർ പറഞ്ഞു തന്നെ ലോകത്തിലെ സകല ജനതയ്ക്കും വേണ്ടിയുള്ള സദ്വാർത്ത കർത്താവ് യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾ പോയി കാണുവിൻ. ആട്ടിടയന്മാർ യഹൂദന്മാരായിരുന്നു, എനിക്കറിയത്തില്ല. ആദ്യം കണ്ടത് അവരല്ലേ, ഏറ്റവും എളിയരിൽ അവർ കാണാൻ പറ്റിയത്. പിന്നീട് രാജാക്കന്മാർ വന്നു. ഓക്കെ, അതിനുശേഷം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ദിവ്യകാരുണ്യത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇനി ദിവ്യകാരുണ്യ സത്യമല്ലെന്ന് പറയുന്നവരോട്, അല്ലെങ്കിൽ ഞങ്ങളും അപ്പം മുറിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നവരോടാണ് ഈശോ പറയുന്നത്, പൂർവികന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. മന്ന എന്തായിരുന്നു? സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത അപ്പോൾ, എങ്കിലും അവർ മരിച്ചു. അവിടെ ആത്മീയമോ ശാരീരികമായ മരണത്തെ രണ്ടിനെ അവിടെ ഉദ്ദേശിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ മരിച്ചു എന്നാണ് പറയുന്നത്, മരിച്ചു. എന്നാൽ അതുപോലെയല്ല ഈ അപ്പം. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യ ജീവൻ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതെൻ്റെ ശരീരമാണ് ഈശോ പറയുന്നത്. അപ്പോൾ വീണ്ടും നിങ്ങൾക്കത് സംശയം തോന്നും, പരിശുദ്ധ കുർബാനയിൽ സംശയം തോന്നുന്നത് നിങ്ങൾ മൊബൈലെടുത്ത് യൂട്യൂബ് എടുത്ത് യൂക്കറിസ്റ്റിക് മിറാക്കിൾസ് എന്ന് അടിച്ചു കൊടുക്കും. അതിനകത്ത് കാണത്തില്ലേ? ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ വിളക്കന്നൂർ, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വിളക്കന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈശോയുടെ മുഖം ഈശോ കാണിച്ചു കൊടുത്തില്ലേ? അത് ഭൂമിയിലെ 2ാമത്തെ അത്ഭുതം. 2 സ്ഥലത്ത് മാത്രമേ ഈശോയുടെ മുഖം അങ്ങനെ സ്പഷ്ടമായിട്ട് കാണിച്ചു. ഒന്ന്, ഈശോയെ കൊന്ന ശേഷം ഈശോയുടെ ബോഡി പൊതിഞ്ഞ തുണിയിൽ, പിന്നെ വേറൊരിക്കൽ വന്ന് മുഖം തുടച്ചപ്പോൾ അവളുടെ ടവലിൽ പൊതിഞ്ഞ മുഖം. പിന്നീട് 2ാമത്തെ ഇതാണെന്നാണ് ഞാനൊരു വചനത്തിൽ കേട്ടതാണ്. അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷെങ്കിൽ. അപ്പോൾ അത് ഈ നമ്മുടെ കൊച്ചു കേരളത്തിലാണ് സംഭവിച്ചത്. എല്ലാവർക്കും ഒന്ന് പോയി അവിടെ വിസിറ്റ് ചെയ്ത് ഈശോയുടെ ഒരു സ്നേഹമൊക്കെ സ്വീകരിച്ചുകൊണ്ട് വരാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത്, ഈശോ ഈ പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന സമയത്ത് അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിശുദ്ധ സുവിശേഷം 26-ാം അധ്യായം, അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുകയും ഇതെൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതൊന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപം മോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, അത്രയും മതി. ഇതെൻ്റെ രക്തമാണ്. ഇനി അപ്പം പുതിയ ഉടമ്പടി, അതായത് സ്നേഹത്തിൻ്റെ തിരുരക്തം കൊണ്ട് ഈശോ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഉടമ്പടി സ്ഥാപിച്ചതാണ്. നമുക്ക് ഏത് മതത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ദൈവത്തെ കാണാൻ പറ്റും. അവർ ദൈവമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ഏകകർത്താവാണ് ദൈവം, നമുക്കറിയാം. യേശു ക്രിസ്തു ഞാൻ പറയാം. അതിലൊരു ദൈവം ഒന്നും നമുക്ക് എങ്ങനെയെങ്കിലും ക്ഷമിക്കുന്നൊരു ദൈവം, സഹിക്കുന്നൊരു, സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി പീഡ സഹിച്ച ഒരു ദൈവം, സ്വന്തം ജനത്തിന് വേണ്ടി മരിച്ച, സ്വന്തം ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു പിതാവ് സ്വന്തം മോനെ ഭൂമിയിലേക്ക് വിട്ട് സഹിക്കാനും ഈ പീഡ മുഴുവൻ സഹിക്കാനും അതിനായിട്ടൊരു വിട്ടുകൊടുത്തൊരു അപ്പൻ്റെ സ്നേഹം, ഒരു മകൻ്റെ സ്നേഹം.
എവിടെയും തപ്പിയാൽ കിട്ടത്തില്ല. ഇത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. ക്രിസ്തു മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനിക്ക് മാത്രമേ ഇത് അനുഭവിക്കാനുള്ള ഇത് കിട്ടിയിട്ടുള്ളൂ. ഇത് ഞാൻ പറയാൻ സ്നേഹമുള്ളവർ, പരിശുദ്ധ കുർബാനയെ സമീപിക്കുമ്പോൾ നമ്മൾ ഇത്ര ഭയഭക്തി ബഹുമാനത്തോടു കൂടി വേണം നമ്മൾ സമീപിക്കാൻ. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിനയമുള്ളവരായിട്ട് കൈ കൂട്ടിപ്പിടിച്ച്, എൻ്റെ കർത്താവ്, എൻ്റെ സൃഷ്ടാവ്, എൻ്റെ രക്ഷകനായ ദൈവമേ, ഇന്നിവിടെ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ എന്നെ അനുഗ്രഹിച്ചല്ലോ, നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ വൈദികരെയും, എല്ലാ മെത്രാന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയുണ്ടല്ലോ, മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കർദിനാൾമാരെല്ലാം, മെത്രാന്മാരെല്ലാം, വൈദികരെല്ലാം, വൈദിക വിദ്യാർത്ഥികൾ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രത്യേക ഒരു ദിവസമാണ് ഇന്ന്. ഞങ്ങൾക്ക് ആരാധനയാണ്. ആരാധന നമുക്കതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സ്നേഹം അവരിലൂടെയാണ് നമുക്ക് ഷെയർ ചെയ്യപ്പെടുന്നത്. അവരുടെ ത്യാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വളർച്ചകൾ. ഒരു വൈദികനിൽ നിന്ന്, ഒരു കന്യാസ്ത്രീയിൽ നിന്നൊക്കെ സ്നേഹമോ അവരുടെ ഒരു നല്ല അനുഗ്രഹങ്ങളോ സ്വീകരിക്കാത്ത മനുഷ്യന്മാരെ വളരെ കുറവായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊക്കെ ഒത്തിരി അനുഭവിച്ച അവരുടെ സ്നേഹമൊക്കെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവർ, പെസഹ കുഞ്ഞാടിൻ്റെ, പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുമ്പോൾ ഈജിപ്തുകാരുടെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേലിനെ അവരിൽ നിന്ന് വിടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കർത്താവ് ആ വലിയ പ്രവാചകനായ മോശെ അയക്കുകയും, ഫറവോ രാജാവ് മോശ പറഞ്ഞു ഒന്ന് സ്വീകരിക്കാതെ കഴിയുമ്പോൾ 10 ശിക്ഷകൾ കൊടുക്കുകയും 10ാമത്തെ ശിക്ഷയായ ആദ്യ ജാതനെ കൊല്ലുക എന്നുള്ളത്, ആ രാത്രിയിൽ കൊല്ലാൻ വേണ്ടി സംഹാരദൂതം കടന്നു പോകുമ്പോൾ കുഞ്ഞാടിനെ കൊന്നതിൻ്റെ രക്തം കട്ടിളപ്പടി തളിക്കുകയും ആ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവനൊന്നും അവനെ കൊല്ലുകയില്ല, ആ കുടുംബത്തിൽ ആരും കൊല്ലുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തിൽ ആ കടന്നുപോകലിനെ ആചരിക്കുകയാണ് ക്രിസ്തു. ഇന്ന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇതെല്ലാം എൻ്റെ വീഡിയോയിൽ പറയുന്നതൊക്കെ ഉണ്ട്, അതെല്ലാം ക്ഷമിക്കണം. പക്ഷേ എല്ലാവർക്കും ഈശോ മിശിഹായെ സ്തുതി ആയിരിക്കട്ടെ. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.